നിങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിൽ നിന്നൊരു മെസ്സേജ് പുതിയ തലമുറയ്ക്ക് പോകണം. ഇവിടെ ഈ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് സുഖമായിട്ട് 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന കൃഷികളുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആ കൃഷിയിലേക്ക് ഇറങ്ങണം. കേരളത്തിന്റെ ഒരു വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും വെച്ച് പൊട്ടൻഷ്യലുള്ള ഉറ്റുപിടി മേഖലകളുണ്ട്. നോർമലി ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് ജീവിക്കാൻ 1 ലക്ഷം രൂപ കൂടുതൽ വേണ്ടല്ലോ ഒരു മാസം. ഒരിക്കലും വേണ്ട. ലോകത്തെല്ലായിടത്തും $1,000 ഒരു ജീവിത ചെലവ് എന്ന് പറയുന്നത്. അത് US-ലാണെങ്കിലും അതെ, ഇന്ത്യയിലാണെങ്കിലും അതെ. ഇത് സമ്പാദിക്കാൻ പറ്റിയാൽ അവർക്ക് ജീവിതം സഫീഷ്യന്റ്. അത് കേരളത്തിൽ പറ്റും ഭൂമിയുള്ളവർക്ക്. ഇന്ത്യയിലെ പർച്ചേസിംഗ് പവർ PPP എന്ന് പറയും, പർച്ചേസിംഗ് പാരിറ്റി വെച്ച് ഒരേ സേവനം US കിട്ടുന്ന അതേ സേവനം ഇന്ത്യയിൽ കിട്ടുമ്പോൾ ഈ $1,000 എന്ന് പറയുന്നിടത്ത് $600 നിൽക്കും. 6-48 50,000 രൂപയിൽ ഇവിടെ ജീവിക്കുക ആ സ്റ്റാൻഡേർഡിൽ. $1,000 വിദേശത്ത് കിട്ടുന്ന ആളിന് സ്വന്തമായി ഡ്രൈവറെ കിട്ടിയില്ല, തുണി സ്വന്തമായിട്ട് അലക്കേണ്ടി വരും, മുറി തുടയ്ക്കാൻ ആളെ കിട്ടില്ല. ഇതെല്ലാം ഇവൻ ചെയ്യുകയും ഓൺ ദി കോൺട്രറി ഇവിടെ $600 കിട്ടുന്ന ആളിന് ഈ സൗകര്യങ്ങളെല്ലാം കിട്ടും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, 4 ഏക്കർ ഭൂമി കേരളത്തിലുള്ളപ്പോൾ UK-ൽ പോയിട്ട് ജീവിക്കാൻ കഷ്ടപ്പെടുക, കൃഷി. അതിനകത്ത് അവർ ഫുള്ളി എൻഗേജ്ഡ്. ഈ അവിടെ പോകുന്ന ആളുകളുടെ ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇവിടെ നിന്നുള്ള ആളുകളെ ഈയാമ്പാറ്റ പോലെ അങ്ങ് ആകർഷിക്കുക. എന്റെ ഇഷ്ടത്തിന് കൃഷി ചെയ്യരുത്. വാട്ട് ദി മാർക്കറ്റ് ഡിമാൻഡ്സ് അത് കൃഷി ചെയ്യണം. അത് കൃഷിഭവൻകാർ ആദ്യം ചെയ്യണം. വിലക്കുറവ് നിന്നിരുന്ന പല വിളകളും ഇപ്പോൾ അടയ്ക്ക മുകളിലാണ്, ഏലം മുകളിലാണ്. ഇനിയിപ്പോ എല്ലാവരും പറയുന്നത് 25 വർഷമായിട്ട് ജാതിക്ക താഴെയാന്ന് പറയുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ ടേക്ക് ഇറ്റ് ഫ്രം മീ, ജാതിക്ക വില മേലോട്ട് പോകും. എൻ്റെ മോനടക്കമുള്ളവർ കൃഷിയിലേക്ക് താല്പര്യപ്പെട്ടു വരിക. IT പ്രൊഫഷണലാണ്. കാരണം അവനറിയാം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകവും എക്സ്പോഷറും. 2 കാര്യമുണ്ട്, ഇൻകം ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്, പിന്നെ ഫ്രീഡം. എനിക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ കിടന്ന് ഉറങ്ങും. ഇതിനകത്ത് ഒരു ടെൻഷനും ഇല്ലെന്ന്. ചെടി നമ്മളെ വഴക്കൊന്നും പറയാല്ല, ഇത് വെള്ളം കുറഞ്ഞു പോയെന്നർത്ഥം ഒരു പ്രശ്നമില്ല. എന്റെ ഇഷ്ടത്തിനുള്ള ഫുഡ്, എനിക്ക് ഇൻകം ടാക്സ് വരെ പേടിക്കണ്ട. കൃഷിയിൽ മാത്രം ഇൻകം ടാക്സിന് ഒരു ഹെഡില്ല. അഗ്രികൾച്ചർ ഇൻകം 1 കോടി രൂപ വന്നാൽ പോലും ഇൻകം ടാക്സ് തരില്ല. മകന്റെ വൈഫ് ഡെന്റിസ്റ്റ് ആണ്, ഓൺ ഡെന്റൽ ക്ലിനിക്കാ. അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം കൃഷി കിട്ടും. എത്രയോ ഡോക്ടർമാർ പ്രൊഫഷണലിനെ മാറ്റി പിടിച്ചിട്ട്. ഡോക്ടർ ജോണി കണ്ണമ്പള്ളി, ഡയബറ്റോളജിസ്റ്റ് ലേക്ക് ഷോറിലെ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. നല്ലപോലെ റംബുട്ടാൻ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് ഈ അവരുടെ ടെൻഷൻ ഫ്രീ ആക്കാൻ ഇതിൽ പല ഒരു പരിപാടി, മൈഗ്രേഷൻ എക്കോണമി ആണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു പീക്ക് എത്തിയേക്കുക. ഇനി അടുത്തത് എന്നാന്നറിയാം, റിവേഴ്സ് മൈഗ്രേഷൻ. ഇവിടെയാണ് കാർഷിക മേഖലയുടെ പ്രത്യേകത. ഇതെന്നാ ചേട്ടാ സംഭവം? ഇത് കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. അതായത് KIDC കിടക്കെന്ന് പറയുന്ന മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റ് ആണിത്. ഇത് എന്ത് ചെലവ് വന്നതാ? ഇല്ല, ഇത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ ആണ്. ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യും. ഇതൊന്നും ആരും അറിയുന്നില്ല. കേരളത്തിൽ ഇങ്ങനെ സംഭവം ആരും അറിയുന്നില്ല. 1 രൂപ നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല. ഈ കൃഷിഭവനിൽ പോയാൽ അവര് പറഞ്ഞു തരും. അവർക്കറിയത്തില്ല, അതാണ് ചോദിക്കുന്നത്. അപ്പൊ അവരറിഞ്ഞിരിക്കേണ്ടതല്ല ഇതാ. ഇതെല്ലാം PSC അപ്പോയിന്റ്മെന്റിൽ ഇവർ സേഫായി